ഖുർആൻ മനുഷ്യനോട് ആദ്യമായി പറഞ്ഞത് ഇഖ്റ എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നീ വായിക്ക്. നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഖുർആൻ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിക്ക് എന്നാണ് ആദ്യമായി പറഞ്ഞത്. നമ്മൾ എത്ര പേര് വായിച്ചിട്ടുണ്ട് ഖുർആൻ ഒരാവർത്തി? സിലബസ് നോക്കാതെ ഒരു വലിയ ഡിഗ്രി കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദർ കോഡും CPയും HD ഒക്കെ എന്താണെന്നറിയാത്ത ഒരാൾ ഒരു IT വിദഗ്ധനായിട്ട് ജോലിയിൽ കയറാറില്ല. ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇൻ വസ്സാലിഹീൻ എന്ന് ഖുർആൻ പറഞ്ഞ അള്ളാഹു അനുഗ്രഹിച്ച നല്ല മനുഷ്യരോടൊപ്പം എത്താനാണ് നമ്മൾ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നെന്നും 17 വട്ടമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലുന്നത്. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ വിവരങ്ങളെങ്കിലും നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയുടെ കൃത്യമായ ആശയം നമുക്ക് എത്ര പേർക്കറിയാം? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എളുപ്പമാണ് ഖുർആൻ. മറ്റു പല വേദഗ്രന്ഥങ്ങളും, ലോകത്ത് കഴിഞ്ഞു പോയ മറ്റു പല വേദഗ്രന്ഥങ്ങളുടെയും അവസ്ഥ സാധാരണക്കാർക്കറിയാത്ത ദുരൂഹതകളുള്ള സൂക്തങ്ങളും വചനങ്ങളും കൊണ്ട് എന്തുദ്ദേശിച്ചു എന്നറിയാത്തതാണെങ്കിൽ വിശുദ്ധ ഖുർആൻ യാതൊരു ദുരൂഹതയുമില്ലാതെ വ്യക്തമായി ഏതൊരു സാധാരണക്കാരനും, പ്രവാചകന്മാർക്കടക്കം താഴെക്കടിയിലുള്ള സാധാരണ ഒരു കർഷകന് വരെ കൃത്യമായി അറിയാവുന്ന വിധത്തിലുള്ള യസ്സർനൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടാണ് നമുക്ക് നൽകിയത്. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരാണ് ചിന്തിക്കാനുള്ളത്? വായിക്കൂ എന്ന് പറഞ്ഞിട്ട് പേന കൊണ്ട് എഴുതിയ പേനയെപ്പറ്റി പറയുന്നു അല്ലാഹു, പുസ്തകത്തെപ്പറ്റി പറയുന്നു അല്ലാഹു. ഈ ഒരു പേനയെപ്പറ്റിയും പുസ്തകത്തെപ്പറ്റിയുമുള്ള ആശയങ്ങൾ വായിച്ച് പഠിക്കാൻ ഖുർആനിൻ്റെ സന്ദേശം ആരാണ് പഠിച്ചിട്ടുള്ളത്? ആരാണ് വായിക്കുന്നത്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് അള്ളാഹു വിളിച്ചാൽ അതിലൊക്കെ നമ്മൾ പെടും, നമ്മുടെ മക്കൾ പെടും, നമ്മുടെ മാതാപിതാക്കളൊക്കെ പെടും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇലത്തും മിൻ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഉപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ശിഫ, ശമനം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഖുർആനെ പറ്റിയായി പറയുന്നത് മൗഇലത്താണ്, ഉപദേശമാണ് എന്ന്. ബുക്ക് മറിച്ച് നോക്കാത്തവന് എങ്ങനെ ഉപദേശം കിട്ടും? ഉപദേശം കേൾക്കാത്തവൻ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയും? അത് പഠിക്കാത്തവൻ എന്താണ് എന്നെ ഉപദേശിക്കുന്നത്? അള്ളാഹു നമ്മോട് ഉപദേശിക്കുകയാണ്. അനേകായിരം പ്രവാചകന്മാരുടെ ഉപദേശങ്ങളുടെ സംഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ആ സംഗ്രഹം ഒന്ന് വായിച്ചു നോക്കാൻ ആ പ്രവാചകന്മാരെ നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും, അള്ളാഹുവിനെ നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും, അള്ളാഹുവിൻ്റെ വചനത്തെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഇതാണ്, മറ്റേതല്ല, അതാണ്, ഇങ്ങനെയല്ല, അങ്ങനെയല്ല എന്ന് ശരിയും തെറ്റും തിരിച്ചറിയാൻ നമ്മൾ ആ ഉപദേശം നമുക്ക് ഫലപ്പെട്ടിട്ടുണ്ടോ? അതൊരു ഉപദേശമായി നമ്മൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് ശമനമാണ്. മരുന്ന് കൊണ്ടുവന്ന് വെച്ച് നിങ്ങളിൽ പലരും കൊടുക്കുന്ന മരുന്ന് വീട്ടിൽ കൊണ്ടുപോയി അലമാരയിലിട്ട് പൂട്ടി വെച്ചിട്ട് ഡോക്ടറെ സുഖമായില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥരാഹിത്യമല്ലേ ഖുർആൻ വീട്ടിൽ കൊണ്ടുപോയി ഷോക്കേസിൽ വെച്ചിട്ട് ഖുർആൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കാത്ത ഒരു മനുഷ്യനെ പറ്റിയുള്ളത്?